ശരിക്കും നമ്മൾ കഴിക്കുന്നതും നമ്മുടെ ദേഹത്ത് പുരട്ടുന്നതും മാത്രമാണ് സ്കിൻ കെയർ എന്ന് ധരിക്കുന്ന ഒരു മിഥ്യാധാരണ ആളുകൾക്ക് പൊതുവേ ഉണ്ട്. ശരിക്കും അത് മാത്രമാണോ മാം സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ? ഡെഫിനറ്റ്ലി നോട്ട്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ ദേഹത്ത് പുരട്ടുന്ന സാധനമോ അതിനുപരി നമ്മുടെ ക്ലോത്തിങ്, നമ്മൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, പിന്നെ ഈ ദേഹത്ത് പുരട്ടുന്ന സാധനത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്തിങ് എന്ന് പറയുമ്പം അതിൽ തന്നെ കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ നല്ല ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ക്ലോത്തിങ് യൂസ് ചെയ്യുക, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യുക. പിന്നെ നമുക്കറിയാം ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക്, ഇപ്പം കോട്ടൻ്റെ, റയോൺ, ലിനൻ, ഇതൊക്കെ നമുക്ക് ബോഡിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ് ആയിരിക്കും, എസ്പെഷ്യലി ഇൻ ദി സമ്മർ സീസൺ. ആൻഡ് നമ്മളൊരു ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ഒക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. നമുക്കറിയാം സൺസ്ക്രീൻ യൂസേജ്, അത് പിന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക, ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നതാണ് നമ്മുടെ ഈ ക്ലോത്തിങ്ങിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മാം, ഈ ഹാംഫുൾ ആയിട്ടുള്ള കളർ ഡൈസും മറ്റും നമ്മുടെ ബോഡി സ്വെറ്റിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സ്വെറ്റാകുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ പുറത്ത് ഇറങ്ങി ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അപ്പം ഇത് നെഗറ്റീവായിട്ട് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ക്ലോത്തിങ്ങിൻ്റെ ഫാബ്രിക് കൂടാതെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡൈസ്, അതിനെപ്പറ്റിയും നമ്മൾ ഇപ്പം നമ്മുടെ പേരൻസ് ഒത്തിരി ബോധവൽക്കരാണ്. അപ്പോൾ നമ്മൾ ഈ ഓർഗാനിക് ആയിട്ടുള്ള ബേബി ഫ്രണ്ട്ലി ക്ലോത്ത്സ് ആണ് കഴിവതും യൂസ് ചെയ്യുക. ഡൈസ്, ട്രൈ ടു അവോയ്ഡ് ക്ലോത്തിങ് വിത്ത് ഡൈസ് ആസ് മച്ച് ആസ് പോസിബിൾ. കാരണം അത് നമ്മുടെ സ്വെറ്റിൽ ലയിച്ചിട്ട് അബ്സോർപ്ഷൻ കൂടും, വിച്ച് ഇസ് വെരി ഹാംഫുൾ ഫോർ ദ ബേബി. അപ്പോൾ കഴിവതും ഡൈസ് മിനിമൽ യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോത്തിങ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോൾ പൊതുവേ എല്ലാവരും പറയാറുണ്ട് കറുത്ത നിറം അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ് ഈ ചൂടുകാലത്ത് വെയിൽ കൊള്ളുമ്പം ഇടരുതെന്ന്. ശരിക്കും അത് കാര്യമായിട്ടാണ്. കാരണം ഈ ലൈറ്റ് കളേർഡ് ക്ലോത്തിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു വൈറ്റ് കമ്പയർഡ് ടു ബ്ലാക്ക്, വൈറ്റ് യു വി റേസ് അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവാണ്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നല്ലോണം അബ്സോർബും ചെയ്യും, അതിനെ പുറത്ത് കടത്തി വിടത്തുമില്ല. അപ്പം ബോഡി ഇങ്ങനെ റീഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഓവൻ്റെ ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പം കഴിവതും ലൈറ്റ് വെയ്റ്റ്, ലൈറ്റ് കളേർഡ് ഫാബ്രിക്സ് ഷുഡ് ബി പ്രിഫേർഡ് ഓവർ ഡാർക്ക് ഫാബ്രിക്സ്. ഓക്കെ മാം, ഇപ്പം യു വി റേസിൻ്റെ കാര്യം പറഞ്ഞപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പം ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു യു വി ഇൻഡെക്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് കുട്ടികളായിട്ട് പുറത്തു പോകുന്നവർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാരൻസ് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? നമുക്കറിയാം, ഒരു കുഞ്ഞിനെ നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്നതിന് മുന്നേ ക്ലോത്തിങ് ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് യൂസ് ചെയ്യണം. പിന്നെ കുഞ്ഞിനെ പുറത്ത് മോർ ദാൻ 6 months ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പറ്റും. സൺസ്ക്രീൻ ഒരു ബിഫോർ ടേക്കിംഗ് ദ ബേബി ഔട്ട് 30 minutes പ്രയർ ടു ഇറ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ആൻഡ് എവറി 2 hourly വി ഹാവ് ടു അപ്ലൈ ദ സൺസ്ക്രീൻ. ഓക്കെ. പിന്നെ വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീനൊക്കെ ഉണ്ട്. ഇപ്പോൾ വാട്ടർ സ്പോർട്സിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പം കുഞ്ഞുങ്ങളുടെ കണ്ണുകൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് സൺഗ്ലാസസ് യൂസ് ചെയ്യാം. സൺഗ്ലാസസ് യൂസ് ചെയ്യുമ്പം വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഹി യൂസ് എ സൺഗ്ലാസ് വിച്ച് ഹാസ് എ യു വി ലേബലിംഗ് ഓഫ് 400 എന്ന് വെച്ചാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ യു വി എ ആൻഡ് യു വി ബി. ഓക്കെ. ഒരു 400 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള യു വി റേഡിയേഷൻസിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ തന്നെ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ യു വി എ ആൻഡ് യു വി ബി ഫ്രം പെനട്രേറ്റിംഗ് ദി ഐസ്. പിന്നെ വി നോ ദാറ്റ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ദ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഓഫ് ദ സൺസ്ക്രീൻ ദാറ്റ് വി ആർ യൂസിങ് ഷുഡ് ബി ഈദർ 30 or more than 30. എത്ര വയസ്സുള്ള കുട്ടികൾക്ക് തൊട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാം? നമ്മൾ ഡെർമറ്റോളജിസ്റ്റും നിയോനേറ്റോളജിസ്റ്റും എല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന മോർ ദൻ 6 months ഉള്ള ബേബീസിനാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. ലെസ് ദൻ 6 months ട്രൈ ടു അവോയ്ഡ് ആസ് മച്ച് ആസ് പോസിബിൾ. മാം, അതുപോലെ തന്നെ കൂടുതലായിട്ടും ചൂടുകാലത്ത് നമ്മൾ ഒരുപാട് രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് എന്തൊക്കെ രോഗങ്ങളാണ് ഇപ്പം ഈ സൺബേൺ അല്ലെങ്കിൽ റെഡ്നെസ് അല്ലാതെ മറ്റെന്തൊക്കെ തരം രോഗങ്ങളാണ് കൂടുതലായിട്ടുള്ളത്? നമുക്ക് ചൂടുകാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അമിതമായിട്ട് സ്വെറ്റ് ചെയ്യും ശരീരം. അപ്പോൾ ബോഡി ഓഡേഴ്സ്, പിന്നെ ആക്നെ, ഫോളിക്കുലൈറ്റിസ്, അതായത് ചെറിയ ചെറിയ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഗ്രന്ഥിയുടെ ഇൻഫ്ലമേഷൻ അതുണ്ടാവാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് സിവിയർ കണ്ടീഷൻ എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ സൺബേൺസ് ഉണ്ടാകാം. ഇപ്പോൾ സമ്മർ സീസണിൽ കൂടുതലായിട്ടും ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പം വെക്കേഷനൊക്കെയാണ്, അപ്പം കൂടുതലും കുട്ടികളാണ് പുറത്ത് കളിക്കാനും അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്നൊരു സൺബേൺ ഏൽക്കുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? ഓക്കെ. സൺബേൺ എന്ന് വെച്ചാൽ ആദ്യം ആ സൺബേൺ ഐഡൻറ്റിഫൈ ചെയ്യണം, തിരിച്ചറിയണം സൺബേൺ ആയിട്ടുണ്ട് കുട്ടീന്ന്. എന്ന് വെച്ചാൽ ഭയങ്കര വേദന ഉണ്ടാവും. ഏത് ഭാഗത്താണോ സൺബേൺ ആയിട്ടുള്ളത് നല്ല വേദന, നല്ല റെഡ്നെസ് ഒക്കെ കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി കുട്ടിയെ അവിടുന്ന് ബ്രിങ്ങിങ് ടു എ കൂളർ എൻവയൺമെൻറ്റ്, ഒരു റൂമൊക്കെ നല്ലൊരു എ സിയോ അല്ലെങ്കിൽ ഫാൻ ഇട്ടോ ഒരു റൂമിൽ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരിക.
അതിനുശേഷം ആ ഏരിയയിൽ ക്ലോത്തിങ് ഒക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു ടോപ്പിക്കലായിട്ടുള്ള ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പെയിൻ റിലീവർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട്, എന്തെങ്കിലും ജെല്ല് പുരട്ടി കൊടുക്കുക. പിന്നെ ഭയങ്കര സിവിയർ പെയിൻ ആണെങ്കിൽ നമുക്ക് ഓറലി കഴിക്കാനും ടാബ്ലറ്റോ സിറപ്പോ ആയിട്ട് കൊടുക്കാം, കുഞ്ഞിന് പെയിൻ കില്ലർ കൊടുക്കാം. അത് കൂടാതെ ആ ഏരിയ ഒന്ന് സൂത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോൾഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് വെക്കുക അതിൻ്റെ മുകളിൽ. ഇനിയിപ്പോൾ ചിലപ്പം ഭയങ്കര സിവിയർ ആയിട്ടാണെങ്കിൽ കൊമള വന്നിട്ട് പൊട്ടാം അവിടെ. അപ്പോൾ ആ കൊമള വന്ന ഏരിയയിൽ ഒരു സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴിവതും സ്റ്റീറോയിഡ് ആയിട്ടുള്ള ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക സൺബേൺ ആയിട്ടുള്ള ഏരിയയിൽ. അപ്പം ഇതിനൊപ്പം തന്നെ ഈ ഒരു ഇപ്പം സമ്മർ ടൈമിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നതാണ് അലർജൻസ്. എന്തൊക്കെയാണ് മാം കോമൺ ആയിട്ട് വരുന്ന അലർജൻസ് എന്തൊക്കെയാണ്? ഇപ്പം ഈ ഡസ്റ്റ് അല്ലാതെ വരുന്ന ഇപ്പം നമുക്കറിയാം അപ്പാർട്ട് ഫ്രം ദി ഡസ്റ്റ് ഫുഡ് അലർജീസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ ഈ പോളൻ ഗ്രെയിൻസ് പറയുമ്പോഴത്തേക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ കുഞ്ഞിന് പോളൻ ഗ്രെയിൻ അലർജി ഉണ്ടെങ്കിൽ കഴിവതും ട്രൈ നോട്ട് ടു ബ്രിങ് ഹിം ടു ദാറ്റ് ഏരിയ. പിന്നെ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പം നല്ലോണം പുറത്ത് കളിച്ചിട്ട് വന്നിരിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ഡ്രസ്സിൽ പോളൻ ഗ്രെയിൻസ് ഒക്കെ പറ്റി പിടിച്ചിരിക്കുക. അപ്പോൾ ആ ഡ്രസ്സ് റിമൂവ് ചെയ്തതിന് ശേഷം ഹാവ് എ ഗുഡ് ഷവർ. പിന്നെ നമുക്ക് ഓവർ ദി കൗണ്ടർ മെഡിക്കേഷൻസ് ഒക്കെ കിട്ടും. ഇപ്പം നമുക്ക് ആൻറ്റി ഹിസ്റ്റമീൻ എന്ന് പറഞ്ഞ മെഡിക്കേഷൻ ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. ആൻറ്റി അലർജൻസ് എന്ന് പറഞ്ഞ മെഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പം നല്ല തുമ്മലോ ജലദോഷമോ ഉണ്ടെങ്കിൽ നേസൽ സ്പ്രേയും കാര്യങ്ങളും ഒക്കെ കിട്ടാം. പിന്നെ സ്റ്റിറോയിഡ് പ്രിപ്പറേഷൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ടും വലിയ ഒരു ഗുണം കിട്ടുന്നില്ല, അലർജി നല്ല രീതിയിലുണ്ടെങ്കിൽ വി ഹാവ് ടു കൺസൾട്ട് അലർജി സ്പെഷ്യലിസ്റ്റ്. എന്നിട്ട് അവർ ഇമ്മ്യൂണോതെറപ്പി എന്ന് പറഞ്ഞ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ചെറിയ അളവിൽ നമ്മൾ അലർജൻ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ പതുക്കെ ആ അലർജൻ്റെ അളവ് കൂട്ടി വരും. സോ ദാറ്റ് ദ ബേബി ഗെറ്റ് സെൻസിറ്റൈസ് ടു ദാറ്റ് അലർജൻ. അപ്പോൾ അങ്ങനെ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇപ്പം കുട്ടികളെ പോലെ തന്നെ അമ്മമാർ, ഇപ്പം എക്സ്പെക്റ്റഡ് മദേഴ്സ്, അവരാണെങ്കിലും ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. കാരണം ആ സമയത്ത് അമ്മമാർ എന്തൊക്കെ കെയറാണ്, ഇപ്പം പ്രഗ്നൻറ്റ് ലേഡീസ് എന്തൊക്കെ ചൂടുകാലത്ത് ചെയ്യണം? തീർച്ചയായിട്ടും എക്സ്പെക്റ്റൻറ്റ് മദേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ആർ ഓൾസോ മദേഴ്സ്. അപ്പോൾ അവർ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഷുഡ് കീപ് ദംസെൽസ് ഹൈഡ്രേറ്റഡ്. ഇപ്പോൾ 2 ലിറ്റർ വെള്ളം കുടിക്കുന്നതിന് പകരം ഇപ്പം ഒരു ലാക്ടേറ്റിംഗ് മദർ ആണെങ്കിൽ നമ്മൾ 3 ലിറ്റർ വെള്ളം കുടിക്കാൻ പറയും. സെയിം അപ്ലൈസ് ടു എൻ എക്സ്പെക്റ്റൻറ്റ് മദർ. അവരും ഒരു 3 ലിറ്റർ വെള്ളം പെർ ഡേ കുടിക്കാൻ ശ്രമിക്കണം. പിന്നെ അപ്പാർട്ട് ഫ്രം ഈ വെള്ളം കൂടാതെ കരിക്ക് വെള്ളം, അങ്ങനത്തെ സാധനങ്ങൾ, ഫ്രൂട്ട് ഇൻഫ്യൂസ്ഡ് വാട്ടർ, അതൊക്കെ കുടിക്കാം. പിന്നെ കഴിവതും ഭയങ്കര സ്ട്രെനസ് ആയിട്ടുള്ള കഠിനമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ പുറത്ത് പോകണമെങ്കിൽ തന്നെ ട്രൈ ടു അവോയ്ഡ് ഗോയിങ് ഔട്ട് ഇൻ ദി സൺ 10 AM to 4 PM വരെയുള്ള ഒരു സമയത്ത് ട്രൈ നോട്ട് ടു ഗോ ഔട്ട് ഇൻ ടു ദി സൺ. അത് കൂടാതെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് വെച്ചിട്ട് വയറൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഫാബ്രിക്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം മാം, ഇപ്പോൾ കുട്ടികൾ ന്യൂ ബോൺസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് കൂടുതലും എന്ത് തരം ഫാബ്രിക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? കുഞ്ഞുങ്ങൾക്കും നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് കോട്ടൺ, ലിനൻ അങ്ങനത്തെ ഫാബ്രിക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒത്തിരി പോളിസ്റ്റർ അങ്ങനത്തെ കഴിവതും അവോയ്ഡ് ചെയ്യുക. പിന്നെ ബേബീസിനൊക്കെ ആകുമ്പോൾ നമ്മൾ ലെയേർഡ് ക്ലോത്തിങ് എന്ന് പറയും. അതായത് കുഞ്ഞിനെ ആദ്യം ഒരു ഷോർട്ട് സ്ലീവ് ഡ്രസ്സ് എന്തെങ്കിലും എടുപ്പിക്കുകയാണെങ്കിൽ അതിന് പുറമെ ഒരു സ്വാഡ്ലറോ അല്ലെങ്കിൽ അത് ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് ചെറുതായിട്ടൊന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ബേബീസിന് വേണ്ടി നമുക്ക് റോംപേഴ്സ്, ബേബി ഫ്രണ്ട്ലി റോംപേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങളെ കൂളായിട്ടും വാമായിട്ടും വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണോ? അതെ. ഇപ്പം ലെയേർഡ് ക്ലോത്തിങ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇഫ് ദി ടെമ്പറേച്ചർ ഇസ് വെരി മച്ച് ഹൈ വി ക്യാൻ ട്രൈ ആൻഡ് റിമൂവ് എ ലെയർ ഓഫ് ക്ലോത്തിങ്. ഓക്കെ, മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ട് ഇടുമ്പം വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് അഡ്വാൻറ്റേജ്. പിന്നെ ഇപ്പം നല്ല തണുത്ത എൻവയൺമെൻറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു ലെയറും കൂടി അങ്ങ് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ ലോങ് സ്ലീവ്ഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സസും പ്രിഫേർഡ് ആണ്. ഇപ്പം ഭയങ്കരമായിട്ട് സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ ആണ്. ഈ കഴിവതും അത്ര ചൂടത്തേക്ക് ന്യൂ ബോൺ ബേബീസിനെ കൊണ്ടുപോകാണ്ടിരിക്കാൻ നോക്കുക. ഇനിയിപ്പം അൺഅവോയ്ഡബിൾ സിറ്റുവേഷനാണ് പോകണമെന്ന് തന്നെ ഉണ്ടെങ്കിൽ ഒരു ലോങ് സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇടിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലെസ് ദാൻ 6 months സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ മെയിൻലി ഹൈഡ്രേഷൻ്റെ കാര്യം ശ്രദ്ധിക്കുക കുട്ടികൾക്ക്. മാം, ഇപ്പം നമ്മൾ അലർജൻസിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചല്ലോ. ഇപ്പം നോർമലി എല്ലാ വീട്ടിലും പെറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പം കുട്ടികളാണ് കൂടുതലായിട്ടും ഇൻറ്റിമേറ്റ് ആയിട്ട് ഇപ്പം പെറ്റ്സിൻ്റെ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. ഇത് എത്രമാത്രം സേഫാണ്? മാമിൻ്റെ ഒരു തോട്ട് എന്താണ് ഇതിനെ പറ്റിയിട്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സമ്മർ സീസണിൽ അലർജൻ എക്സ്പോഷർ കൂടുതലായിരിക്കും. അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അലർജൻസ് ഇപ്പോൾ പെറ്റ്സ് ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ഡാൻഡർ, അതായത് അവരുടെ
നമ്മുടെ പെറ്റ്സിൻ്റെ ശരീരത്തിൽ പ്രോട്ടീൻസ് ഉണ്ട് വിച്ച് മേ ബി പ്രസൻറ്റ് ഇൻ ദ ഹെയർ, ദ യൂറിൻ, ദ സലൈവ. അപ്പം ഒരു അലർജി പ്രോൺ ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് തീർച്ചയായിട്ടും ഈ പ്രോട്ടീൻസ് വഴി ഒരു അലർജൻ ആണല്ലോ ഈ പ്രോട്ടീൻസ്. അപ്പം ബേബി ക്യാൻ ബി സിവിയർലി അലർജിക്. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ ഹാവ് എ ഡെസ്റ്റീൻഡ് ഒരു പെറ്റ് ഫ്രീ സോൺ. ഇപ്പോൾ നമ്മുടെ ബെഡ്റൂംസ്, ബെഡ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ ട്രൈ ടു റെസ്ട്രിക്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ പെറ്റ്സ് ദെയർ. പിന്നെ നല്ല റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുക. ഈ ഡെയിലി മോപ്പിംഗ് ചെയ്യുന്നതോടെ ആ ഒരു ആനിമൽ ഡാൻഡർ, പെറ്റ്സിൻ്റെ ഡാൻഡർ ആ ഒരു ഏരിയയിൽ നിന്ന് മോപ്പിറ്റ് അവേ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഈ നമ്മുടെ പെറ്റ്സിനെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുക. ഹാവ് എ റൂട്ടീൻ, ഫിക്സ്ഡ് റൂട്ടീൻ ആൻഡ് ക്ലീൻ ദം പ്രോപ്പർലി. പിന്നെ വീട്ടിൽ നമുക്ക് ഹെപ്പ ഫിൽറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ കിട്ടും. ഹെപ്പ ഫിൽറ്റേഴ്സ് വെച്ച് വി ക്യാൻ ക്ലീൻ ആൻഡ് പ്യൂരിഫൈ ദി എയർ. അപ്പോൾ ഈ ഒരു അലർജനൊക്കെ ഇറ്റ് വിൽ ബി ഫിൽറ്റേർഡ് ഔട്ട്. അപ്പോൾ നമ്മുടെ ബേബീസിൻ്റെ ഒരു അലർജിയൊക്കെ കുറയും. പിന്നെ ഇഫ് അറ്റ് ഓൾ ദേ ആർ അലർജിക്, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെഡിക്കേഷൻസും ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ മാം, ഇപ്പോൾ നോർമലായിട്ട് എല്ലാ ആളുകളും പ്രായഭേദമന്യേ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പം അതിൻ്റെ പർപ്പസ് എന്താണോ അതിൻ്റെ അപ്പുറത്തേക്ക് ആളുകൾ അതൊരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ആക്സസറീസ് ആയിട്ടാണ് കാണുന്നത്. ഡെഫിനറ്റ്ലി എല്ലാവരും ഇപ്പോൾ ഒരു ഫാഷൻ ആക്സസറി ആയിട്ടാണ് സൺഗ്ലാസസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഐഡിയലി ഇറ്റ് ഈസ് നോട്ട് ബീങ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് വിച്ച് ഇറ്റ് വാസ് മെൻറ്റ് ഫോർ. ശരിക്കും നമ്മളൊരു സൺഗ്ലാസ് പർച്ചേസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളൊരു സൺഗ്ലാസ് മേടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളുടെ കണ്ണ് ഇറ്റ് ഈസ് 3 times മോർ സസെപ്റ്റബിൾ ടു സൺ ഡാമേജ് വെൻ കമ്പയർഡ് ടു എൻ അഡൾട്ട് ഐ. അപ്പോൾ നമ്മൾ സൺഗ്ലാസ് മേടിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ലേബലിംഗ് ഉണ്ടായിരിക്കും, UV 400 എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ലേബലിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം മേടിക്കാൻ. പിന്നെ UV 100% പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ എഴുതി കാണും. പിന്നെ യൂറോപ്യൻ സർട്ടിഫൈഡ് സൺഗ്ലാസസ് കഴിവതും യൂസ് ചെയ്യാൻ നോക്കുക. ഈ UV 400 എന്ന ലേബലിങ്ങിൻ്റെ അർത്ഥം ഇറ്റ് ഫിൽറ്റേഴ്സ് ഔട്ട് ദി UV റേഡിയേഷൻസ് വിച്ച് ഹാവ് എ വേവ് ലെങ്ത് ഓഫ് അപ് ടു 400 നാനോമീറ്റർ. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ആ UVA ആൻഡ് UVB റേഡിയേഷൻ. ഈ നമ്മുടെ കണ്ണിൻ്റെ മിക്ക ഡാമേജും ഈ ഡ്രൈ ഐസും ഒക്കെ, പിന്നെ ഫോട്ടോ സെൻസിറ്റീവ് കെരറ്റൈറ്റിസ് എന്നൊക്കെ നമ്മൾ പറയും. അത് ഇറ്റ് ഈസ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു UVAയും UVBയും കാരണമാണ് വരുന്നത്. അപ്പോൾ ഈ UV 400 എന്ന് വെച്ചാൽ ഇറ്റ് ഫിൽറ്റേഴ്സ് ഔട്ട് ദോസ്. പിന്നെ ഈ സൺഗ്ലാസസിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പോളികാർബണേറ്റ് ലെൻസസ് അതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതർ ഇമ്പാക്ട് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ്, ഇപ്പോൾ ട്രൈവെക്സ് എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളൊരു സൺഗ്ലാസ് തിരഞ്ഞെടുക്കാൻ. നമ്മളിപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് ഇപ്പം സമ്മറിൽ പാരൻസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെ കുട്ടികൾക്ക് എന്തൊക്കെ കെയർ ചെയ്യണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു മാം. അപ്പം നമ്മളൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈജീൻ റൊട്ടീൻ സമ്മറിൽ പ്രത്യേകിച്ച് ഒന്ന് സജസ്റ്റ് ചെയ്യാമോ മാം? നമ്മൾ സമ്മറിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഹൈഡ്രേഷൻ. അതിനുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹൈജീൻ എന്ന് പറയുമ്പം കുട്ടികൾ സമ്മറിൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. അപ്പോൾ നല്ലോണം രാവിലെയും വൈകിട്ടും അറ്റ്ലീസ്റ്റ് ഒരു 2 times അവരെ കുളിപ്പിക്കുക. എന്തെങ്കിലും ആൻറ്റിസെപ്റ്റിക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ ഈ കുളിപ്പിക്കുമ്പോൾ നമുക്കിപ്പം ഡെറ്റോളൊക്കെ വേണമെങ്കിൽ, ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. കുളിക്കുന്ന വെള്ളത്തിൽ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ. പിന്നെ അവരുടെ ക്ലോത്ത്സ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക. അതിനകത്തും നമുക്കൊരു ഡ്രോപ്പ് ഓഫ് ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് യൂസ് ചെയ്യാം. പിന്നെ നല്ലോണം പുറത്തു പോയി കളിച്ചിട്ട് വരുമ്പം തലയൊക്കെ നല്ലോണം വിയർത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്യുക. പിന്നെ നെയിൽ കെയർ ഒക്കെ ചെയ്യണം. അതായത് ടോ നെയിൽസ് നല്ല ട്രിമ്മായിട്ട് വെക്കുക, ഫിംഗർ നെയിൽസും ട്രിമ്മായിട്ട് വെക്കാൻ, ക്ലീൻ ദം റെഗുലർലി. പിന്നെ നമ്മൾ അവരുടെ ക്ലോത്തിങ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക, ഒരു 2 നേരം കുളിപ്പിക്കുക. അപ്പാർട്ട് ഫ്രോം ഹൈഡ്രേഷൻ ഈ 2 കാര്യങ്ങളും. പിന്നെ അവരുടെ ഫിംഗർ നെയിൽസും ഒക്കെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് സൂക്ഷിക്കണം. ഇത് സമ്മറിലല്ലാതെ എല്ലാ കാലത്തും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന റൊട്ടീൻ? എല്ലാ കാലത്തും നമുക്ക് ഫോളോ ചെയ്യാം ഈ പറഞ്ഞ പോലെ. പക്ഷേ സ്പെഷ്യലി ഷുഡ് ബി ടേക്കൺ എ ബിറ്റ് മോർ കെയർ ഡ്യൂറിങ് ദ സമ്മർ സീസൺ. കാരണം ഭയങ്കരമായിട്ട് അമിതമായിട്ട് വിയർക്കും. അപ്പോൾ ഈ ബോഡി ഓർഡർ ഒക്കെ ഒരു അഡോളസെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ബോഡി ഓർഡർ ആയിരിക്കും. അപ്പോൾ ഒരു ഫ്രണ്ട്ലി ഒരു ഡിയോഡറൻറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മാം, അതുപോലെ തന്നെ ഇപ്പം ഈ അഡൾട്ട്സിന് യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ്, അതല്ലെങ്കിൽ ഹൈലി ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള കണ്ടീഷണേഴ്സ് ഉണ്ട്. ഇതൊക്കെ കുട്ടികളുടെ ക്ലോത്തിങ് വാഷ് ചെയ്യാനായിട്ട് വരുമ്പം അത് സേഫ് ആണോ? നമ്മൾ ട്രൈ ടു അവോയ്ഡ് ദോസ് ഈ ഭയങ്കര ഫ്രേഗ്രൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് കണ്ടീഷണേഴ്സ്, ഡിറ്റർജൻസ്. ഒരു അഡൾട്ടിൻ്റെ ക്ലോത്ത് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അത് കഴിവതും പിള്ളേരുടെ ക്ലോത്ത്സ് അത് വെച്ച് വാഷ് ചെയ്യാണ്ടിരിക്കുക. ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു സോപ്പ് വാട്ടർ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. താര അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളൊരു ബേബീനെ മോയ്സ്ചറൈസറും നമ്മൾ യൂസ് ചെയ്യണം, നമുക്കറിയാം. അപ്പം കഴിവതും ഭയങ്കര ഫ്രേഗ്രൻ്റ് ആയിട്ടുള്ള
അല്ലെങ്കിൽ ഒരു പെർഫ്യൂംഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ കഴിവതും ട്രൈ ടു റെഫ്രെയിൻ ഫ്രം യൂസിങ് ദാറ്റ്. നമ്മൾ കുഞ്ഞിനെ കുളിപ്പിച്ചതിന് ശേഷം ഈ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡഡ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ വേനൽക്കാലത്ത് ഡ്രൈ സ്കിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കൊരു പരിധിവരെ സഹായിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പം ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു പെർഫ്യൂം അടിച്ചിട്ട് അത്രയും ഒരു ഓർഡറോടെ കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഇതും ഒരു അലർജന് തന്നെയാണ്. അപ്പോൾ കുട്ടിക്ക് അലർജിക്കുള്ള സാധ്യത, അലർജി പ്രോൺ ഒക്കെ ആവും കുട്ടി. അപ്പം കഴിവതും ഈ ഒരു ഭയങ്കര സ്ട്രോങ് ഓർഡറുള്ള ഒരു ഡിയോഡ്രൻ്റ് ഒക്കെ അടിച്ചിട്ട് കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാണ്ടിരിക്കുക. റൂം ഫ്രഷ്നർസ് അതുപോലെ തീർച്ചയായിട്ടും ഒരു ഭയങ്കര ഒരു ഓർഡറുള്ള ഒരു റൂം ഫ്രഷ്നർ അടിച്ചതിന് ശേഷം ആ ഒരു റൂമിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും ഉചിതം. സെഷൻസ് ഇവിടെ തീരുന്നില്ല. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഈ സീസണിൽ ഫ്ലെയറപ്പ് ചെയ്യാൻ സാധ്യതയുള്ള രോഗങ്ങളും എസ്പെഷ്യലി റെസ്പിറേറ്ററി സംബന്ധമായ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം.